താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ജ്ഞാനം നൽകണമേ, കർത്താവേ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. കർത്താവേ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2630 ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. കേൾക്കാമോ എല്ലാവർക്കും? നിങ്ങൾക്ക് കേൾക്കാമോ? ആരും മിണ്ടണില്ല, അതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലേ മറ്റുള്ളവരുടെ അടുത്തൊക്കെ, അല്ലേ? എല്ലാവരും ഇത് 2630 ഖണ്ഡിക എടുത്തേ. Hallelujah, praise you Lord, praise you Jesus. Hallelujah, hallelujah. Thank you Lord, praise you Lord, praise you Jesus. Hallelujah, hallelujah. വീഡിയോയിൽ വരാറുന്നില്ല മറ്റുള്ളവർക്കും. ഞാൻ വായിക്കട്ടെ. 2630 ഖണ്ഡികയാണ് കേട്ടോ. പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന വിലാപ പ്രാർത്ഥനകൾ പഴയ നിയമത്തിൽ തീരെ കാണാനില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിൻ ഭാഗത്തിൽ വിലാപ പ്രാർത്ഥനകളുടെ ഒരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അത് ഇസ്രായേൽ ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയപ്പോഴുണ്ടായ അവരുടെ ഹൃദയവേദനയും നിലവിളിയുമാണ് വിലാപ പ്രാർത്ഥനകൾ. അപ്പോൾ സകല പ്രവാചകന്മാരും പഴയ നിയമഗ്രന്ഥങ്ങളിൽ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാം കർത്താവിൻ്റെ അടുത്ത്. അപ്പോൾ ഹബക്കുക്ക് 3-ാം അധ്യായം 1-ാമത്തെ വചനം നിങ്ങളൊന്നെടുത്തേ. ബൈബിളിലെ ഹബക്കുക്ക് 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഒന്ന് നോക്കിയേ. അത് മുഴുവനും വിലാപ പ്രാർത്ഥനകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വചനം തന്നെ ഒന്ന് നോക്കിയേ നിങ്ങൾ. ആദ്യത്തെ വചനം തന്നെ ഒന്ന് ഹബക്കുക്ക് 3-ാം അധ്യായം 1-ാമത്തെ വചനം കണ്ടോ? പ്രവാചകന്റെ പ്രാർത്ഥന. ഹബക്കുക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാ ഗീതം. അപ്പം ഈ 3-ാം അധ്യായം മുഴുവനും എന്താണ്? വിലാപ പ്രാർത്ഥനയാണ് ഹബക്കുക്കിൻ്റെ.
ഹബക്കൂക്ക് പ്രവാചകൻ്റെ. അപ്പം ഇത് പഴയ നിയമത്തിലുടനീളം എന്തുണ്ട്? വിലാപ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ പുതിയ നിയമത്തിൽ ഇത് തീരെ കാണാനില്ല. യേശുക്രിസ്തു ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നുണ്ട്. പക്ഷെ പഴയ നിയമത്തിലെ വിലാപ പ്രാർത്ഥനയും ഇതും തമ്മിൽ അന്തരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും, അല്ലേ, നമ്മൾ എന്താണ് കാത്തിരിക്കണേ? ഒരു ക്രിസ്ത്യാനി എന്താണ് കാത്തിരിക്കണേ? യേശുവിൻ്റെ രണ്ടാം വരവാണല്ലേ. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സെൻറ്റൻസിൽ. എന്തെന്നാണത്? ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈശോ പറഞ്ഞു സദാ ജാഗരൂകരായിരിക്കാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ലേ, ഓരോ ദിവസവും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും. അത് തീർച്ചയായിട്ടും വേണം, അല്ലേ? അത് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണത്? അത് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാനസാന്തരപ്പെടുന്ന ഘടകത്തിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി, ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സദാ ജാഗരൂകരായിരിക്കാനും കൂടിയും സന്നദ്ധരാണ്. മനസ്സിലായോ? എന്താണ്? സദാ ജാഗരൂകരായിരിക്കണം. അനുദിനം മാനസാന്തരപ്പെടേണ്ടതുണ്ട്, അതൊരു വശം, അത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ എന്തും കൂടിയുണ്ട്? നമ്മൾ ജാഗ്രത പാലിക്കുക. അപ്പം അതിൻ്റെ ഉപമകളെല്ലാമാണ് ഈ 10 കന്യകമാരുടെ ഉപമ. ഇതെല്ലാം ആ വിളക്കിൻ്റെയും ഇതെല്ലാം ഇതിലോട്ടാണ് കൈ ചൂണ്ടുന്നത്, ഈ ഉപമകളെല്ലാം. അപ്പോൾ കർത്താവ് ഈശോ പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രൻ എങ്ങനെയാണ് വരണേന്ന് പറഞ്ഞു. എങ്ങനെയാണ് വന്നേന്ന് പറഞ്ഞേ? മനുഷ്യപുത്രൻ ഞാൻ കള്ളനെ പോലെ വരും, അല്ലേ? ഞാൻ കള്ളനെ പോലെ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുദിനം മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ നമുക്ക് നൽകിയിട്ടുണ്ട് കത്തോലിക്ക സഭ. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി ആയിരിക്കണം, എങ്ങനെയും കൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഒരുങ്ങിയിരിക്കുക. എങ്ങനെ ഇരിക്കുക? ഒരുങ്ങിയിരിക്കുക, സദാ ഒരുങ്ങിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതും കൂടിയും ഇവിടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. ആ അർത്ഥത്തിലാണ് ലത്തീൻ ആരാധനക്രമത്തിലെല്ലാം വിശുദ്ധ കുർബാനയിലെ സ്തോത്രയാഗ പ്രാർത്ഥനയുടെ അപ്പവും വീഞ്ഞും വാഴ്ത്തിയതിന് ശേഷമുള്ള പ്രാർത്ഥന എന്താണ്? അറിയോ നിങ്ങൾക്കത്? ലത്തീൻ ആരാധന, ലത്തീൻ റീത്തിലുള്ളവരാരൊക്കെയുണ്ട് ഇതിൽ? എല്ലാവരും സീറോ മലബാറാണോ? ഈ റോസലിൻ ചേച്ചിയും ലൈല ചേച്ചിയും നിങ്ങൾ സീറോ മലബാറാണോ? ആ ആ ആ അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ അത് സ്തോത്രയാഗ പ്രാർത്ഥനയുടെ ആ ഭാഗത്ത് ആ അപ്പവും വീഞ്ഞും വാഴ്ത്തിയതിന് ശേഷം ആ കൂദാശ വചനങ്ങളും കൂദാശ സ്ഥാപന വചനങ്ങളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്ത പ്രാർത്ഥന? കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ, അല്ലേ? ഓർക്കണുണ്ടോ നിങ്ങൾ? കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ
അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. അപ്പോൾ ആരാധനക്രമം മുഴുവനും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കി, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രതിയുള്ള പ്രാർത്ഥനകളാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ്, അല്ലേ, പൗലോസ് അപ്പസ്തോലൻ എന്ന് പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ ഇതിനെ മറ്റൊരു നാമം നൽകിയിരിക്കുകയാണ്. എന്തെന്നാണ്? ക്രൈസ്തവ യാചനയെ, പ്രാർത്ഥനയെ എന്തെന്നാണ്? നെടുവീർപ്പുകൾ എന്നുകൂടി അവൻ വിളിക്കുന്നു. നെടുവീർപ്പുകൾ. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്നുയരുന്നു. അതേത് അഗാധതയാണ്? മറ്റൊരു ആഴത്തിൽ നിന്ന് വരുന്നു. നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്ന് വരുന്നു എന്നല്ല, ഉയരുന്നു. അതായത് ശ്രദ്ധിക്കണം കേട്ടോ, CCC നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ, അല്ലേ? ശ്രദ്ധിക്കണേ. ഞാനപ്പോൾ അത് വായിക്കണത് വേറൊരു രീതിയിലാണ് ഇപ്പോൾ വായിക്കാൻ പോണേ. അതായത് നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു. അതിനു മുൻപ് അങ്ങനെ കോമ ഇട്ടിട്ട് 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തൊക്കെയാണ്? പ്രസവ വേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്ന്. പ്രസവ വേദന അനുഭവിക്കുന്ന എന്നുള്ളത്, അല്ലേ, മെയിനായിട്ട് അത് ബ്രാക്കറ്റിലും എന്താ പറയുക, ബ്രാക്കറ്റിൽ എന്ന് വെച്ചാൽ അതിൻ്റെ കോമ ഇട്ടിട്ട് സൃഷ്ടിയിൽ നിന്നും എന്നുകൂടി പറഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഈ വചനഭാഗം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളാണ് ഈ ഭാഗത്ത് ആരംഭിക്കുന്നത്. അപ്പം ഇതെപ്പോഴും നമുക്ക് കൂടുതൽ വ്യക്തത, അതായത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വചനഭാഗമാണ്. എന്താണ്? വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, അല്ലേ? എന്തെന്നാണത്? നിങ്ങൾ ആ എടുത്ത റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വചനം, 18 മുതലുള്ള വചനങ്ങൾ. അപ്പം അതിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ? അതിൻ്റെ തലക്കെട്ട് ഒന്ന് നോക്കിയേ എല്ലാവരും. ആ ബൈബിളൊന്ന് തുറന്ന് കണ്ടോ? വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. അപ്പം ഞാനത് ആ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളെ 24 വരെയുള്ള വചനങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് പെട്ടെന്ന് കുറേയൊക്കെ ചിലയിടത്തൊക്കെ മനസ്സിലാകാണ്ട് പോയേക്കണ ഒരവസ്ഥയുണ്ട്. ശരിയാണോ? നിങ്ങൾക്കിത് മുഴുവനും മനസ്സിലായിട്ടുണ്ടോ? ഈ വചനഭാഗങ്ങൾ മുഴുവനും? അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കണേ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രീതിയിലോട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഈ CCC ഇത് ആ ഗണ്ണിക ഒന്ന് വായിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്കതിലേക്ക് പോകാം. അല്ലേ, നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്നുയരുന്നു. അതായത് പ്രസവ വേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു. പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നത്. പക്ഷേ ഒടുവിൽ വാക്കുകൾക്ക് അപ്രാപ്യമായ തേങ്ങലുകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൗർലഭ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു. എന്തെന്നാൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ 103 എന്ന് പറഞ്ഞ എൻ്റെ ഫുട് നോട്ടിൽ ഒരു വചനം പറയുന്നുണ്ട്. 103 അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കണേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം
8-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ ഈ 18 മുതൽ ഇങ്ങോട്ട് വായിക്കാം കേട്ടോ. 18 മുതൽ വായിക്കാം. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, ഇന്നത്തെ കഷ്ടതകൾ. അപ്പം ഞാൻ ഇത് കണ്ടോ, ഈ റോസിലി ചേച്ചിയൊക്കെ പുതിയതായിട്ട് വന്നേക്കണല്ലോ. അപ്പോൾ അത് കണ്ടോ, ഇത് ഈ ബൈബിള് കണ്ടോ, ഇത് പഠന ബൈബിളാണിത്. അപ്പോൾ ഇതിൽ മിക്കവരടുത്തും ഈ ബൈബിളുണ്ട്. ഇത് പുതിയ നിയമം മാത്രം പരിഷ്കരിച്ച ബൈബിളാണ്. പുതിയ നിയമം മാത്രം പരിഷ്കരിച്ച പുതിയ നിയമ ഭാഗം മാത്രം. അപ്പോൾ അതിൻ്റെ ഫുട് നോട്ടിൽ ഓരോ വചനങ്ങളെക്കുറിച്ചും ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാകാറുണ്ട്. പല വചനങ്ങളും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇവിടെ ഫുട് നോട്ടിൽ അവർ ക്ലാരിഫിക്കേഷനോടുകൂടി അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. അപ്പം അങ്ങനെ ആണ് ഈ വചനഭാഗങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നത്തെ കഷ്ടതകൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ബൈബിള് സ്വന്തമായിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്താണ് ഞാൻ പറയണത്. ഇത് എന്താണ്, പരിഷ്കരിച്ച ബൈബിളാണ്. അപ്പം അതുകൊണ്ട് ചില വ്യത്യാസങ്ങളുണ്ട്. POC ബൈബിളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ എല്ലാം ഒരു അർത്ഥം തന്നെയാണ്. അതിന് മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ബൈബിള് വേറെ, ഈ ബൈബിള് വേറെ, അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഒറ്റ. പക്ഷേ എന്താണ്, അതിൻ്റെ ഹീബ്രു പദം, മൂലപദങ്ങളൊക്കെ കൂടുതൽ കണ്ടെത്തി അതിനെ വിശ്വാസികളിലേക്ക് എത്തിക്കുക. അതാണ് ഈ പരിഷ്കരിക്കുന്നതിൻ്റെ ഒരു രീതി. പരിഷ്കരിച്ച ബൈബിളിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നേരെ POC ബൈബിളും ഇതും കൂടിയും വെച്ച് നോക്കുമ്പോൾ നേരെ തിരിച്ചൊക്കെയാണ് ഇത് എഴുതിയേക്കണേ. മനസ്സിലായോ? ഈ വചനഭാഗം POC ബൈബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും കാണാൻ പറ്റുക. ഇന്നത്തെ കഷ്ടതകൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാവുന്നതല്ലെന്ന് ഞാൻ കരുതുന്നു. ദൈവപുത്രരുടെ വെളിപ്പെടുത്തലിനെ സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടി വ്യർത്ഥത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യുത പ്രത്യാശ കൊടുത്ത് കീഴ്പ്പെടുത്തിയവൻ്റെ ഇഷ്ടത്താൽ. അക്കാരണത്താൽ തന്നെ സൃഷ്ടി ജീർണതയുടെ അടിമത്വത്തിൽ നിന്ന് ദൈവമക്കളുടെ മഹത്വപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിതമാകും. സൃഷ്ടി മുഴുവനും ഒന്നു ചേർന്ന് ഇതുവരെയും നെടുവീർപ്പിടുകയും ഈറ്റുനോവ് അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാം തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന ദത്തുപുത്രത്വം പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. കാണപ്പെടുന്ന പ്രത്യാശയല്ല. കാണുന്നതിനെ ആര് പ്രത്യാശിക്കും? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സഹനശക്തിയോടെ കാത്തിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഫുട് നോട്ട്. ഇത് ഞാൻ ഈ ബൈബിൾ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കാണിക്കണുണ്ടോ? ഇത് കണ്ടോ, ഈ ബൈബിളിൻ്റെ ഫുട് നോട്ടിൽ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ അതിന് എന്താ പറയുക, അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിക്കാൻ പോണേണ്. 8-19 മുതലുള്ള വചനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഫുട് നോട്ടിൽ അതിൻ്റെ കൂടുതൽ വ്യക്തത നൽകിയിട്ട് പോയിരിക്കുകയാണ്. മനുഷ്യകുലം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഗണ്ണിക, ഈ 2630 ഗണ്ണിക എപ്പോഴും ഈ തോമസ് പോൾ പറയുന്നത് പോലെ അത് വളരെ ചെറിയ അക്ഷരങ്ങളിലാണ് എഴുതിയേക്കണേ. അപ്പോൾ ആ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയേക്കണമെന്ന് കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കണം? അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതും മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും കൂടിയാണെന്ന് മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം ആദ്യം. രണ്ടാമത്തത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലാണ് അത് അവിടെ എഴുതി വച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക
എന്ന ഒരു തത്രപ്പാടാണ്. അതിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. മനുഷ്യകുലം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, കണ്ടോ, മനുഷ്യകുലം എന്ന് പറഞ്ഞാലേ മനുഷ്യവംശം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചവും അതിൻ്റെ താറുമാറായ അവസ്ഥയിൽ, കണ്ടോ, അതിൻ്റെ താറുമാറായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഉത്ഭവപാപത്തിലൂടെ ആദവും ഹവ്വയും ചെയ്ത, അല്ലെങ്കിൽ അവരിലൂടെ ഉത്ഭവിച്ച ആ ഉത്ഭവപാപം അത് ലോകം മുഴുവനിലേക്കും പ്രസരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് മനുഷ്യവംശത്തെ മുഴുവനും അല്ല, പിന്നെയോ സൃഷ്ടപ്രപഞ്ചം മുഴുവനെ തന്നെയും താറുമാറാക്കിയിരിക്കുന്നു ഉത്ഭവപാപം. ആദം ചെയ്ത പാപം ആദത്തിന് മാത്രമല്ല, അവൻ്റെ വ്യക്തിപരമായി മാത്രമല്ല ബാധിച്ചത്, അത് സർവ മനുഷ്യരിലേക്കും ലോകം മുഴുവനിലേക്കും അത് ആ പാപത്തിൻ്റെ ആ താറുമാറായ അവസ്ഥ അത് പ്രസരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. മനുഷ്യകുലം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, അപ്പം ഞാൻ ഈ പഠന ബൈബിളിൽ നിന്നാണ് കേട്ടോ വായിക്കണേ, പഠന ബൈബിളിൽ നിന്നാണ് വായിക്കണേ. ഞാൻ ചില കാര്യങ്ങൾ 3-4 പ്രാവശ്യം പറയണത്, ഇതൊക്കെ ഇത്തിരി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യകുലം രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചവും അതിൻ്റെ താറുമാറായ അവസ്ഥയിൽ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ സൂചന ഇവിടെയുണ്ട്. നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ കർത്താവ് നോഹയോട് പെട്ടകത്തിലെ ആ ഭാഗമൊക്കെയാണ്. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ് മഹത്വപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ ദുരവസ്ഥയിൽ പങ്കുചേരുന്ന ദൈവമക്കളും അവിടുത്തെ സൃഷ്ടിയും ക്ഷയിക്കാത്ത ജീവൻ്റെ, അതായത് നിത്യജീവനെയാണ്. ക്ഷയിക്കാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവനെയാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷയിക്കാത്ത ജീവൻ്റെ ഒരേ ലക്ഷ്യത്തിനായി അഭിലഷിക്കുന്നു. അടിമത്തവും സ്വാതന്ത്ര്യവും റോമാലേഖനത്തിലും കൊറിന്തോസ് 1-ാം ലേഖനത്തിലും പശ്ചാത്തലമായി നിലകൊള്ളുന്നു എന്ന് പല പണ്ഡിതന്മാരും സമർത്ഥിക്കുന്നു. യേശുവിൻ്റെ മരണവും ഉദ്ധാനവും നൽകുന്ന വിമോചനവും സ്വാതന്ത്ര്യവും അടിമയുടെ പൂർണ്ണ മോചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിശകലനം ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെടുവീർപ്പിടുകയും, ഈ നെടുവീർപ്പിടുക എന്ന് പറഞ്ഞ വചനത്തെ കുറിച്ച് അടിയിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിൽ, അതായത് മനുഷ്യവംശം മുഴുവനും മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും നെടുവീർപ്പിടുന്നു അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിലിനെ, ആ നെടുവീർപ്പിനെ ഇപ്പം നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വായിച്ചല്ലോ. എന്തെന്ന് വായിച്ചേ? പ്രസവവേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും. പ്രസവവേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും. അപ്പോൾ ഇവിടെ പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിൽ സ്ത്രീയുടെ പ്രസവവേദനയോട് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിൽ, ആ നെടുവീർപ്പ് സ്ത്രീയുടെ പ്രസവവേദനയോട് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തുന്നു. ദൈവമക്കളെല്ലാവരും വെളിപ്പെടുകയും പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ഈ ഈറ്റുനോവ് തുടരും. അപ്പോൾ നിങ്ങൾക്കിപ്പോഴും വലുതായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. എന്നാലും ഞാനൊന്നും കൂടി ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആ ഗണ്ണിക ഒന്നും കൂടി വായിച്ചിട്ട്, ഇനി വേറൊരു ഡോക്യുമെൻ്റ് കൂടിയുണ്ട്, ഇതിനെക്കുറിച്ച് തന്നെ പറയണ വേറൊരു ഭാഗവും കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇത് ഇത്തിരി തല പുകയണ ഒരു ഭാഗമാണിത്. അപ്പോൾ ഞാൻ ഈ 2630 കൂടി വായിക്കട്ടെ. പഴയ നിയമത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല.
നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. നെടുവീർപ്പുകളെന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്നുയരുന്നു. അതായത് പ്രസവവേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു. പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നത്. പക്ഷേ ഒടുവിൽ വാക്കുകൾക്ക് അപ്രാപ്യമായ തേങ്ങലുകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൗർലഭ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു. എന്തെന്നാൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി എടുക്കണതാണ് ഇതിൽ. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടിയും എടുക്കണതാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രസവ വേദന എന്ന ഭാഗത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഇങ്ങനെ അതിനെ പ്രതിപാദിച്ചിരിക്കുകയാണ്, കുറച്ച് വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കണുണ്ടോ ഞാനീ പറയണേ? ഇത്തിരി കുറച്ച് തലവേദന പിടിക്കുന്ന ഒരു ഭാഗമാണിത് കേട്ടോ. ഇത് ശ്രദ്ധിച്ചോ കേട്ടോ. ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിതൊക്കെ നേരത്തെ കേട്ടപ്പോൾ ഇപ്പോൾ ഇത് വായിക്കണത് കേട്ടോ. ഞെട്ടിക്കുന്ന ഒരു ശീർഷകം. ഗലീലിയോയ്ക്ക് തെറ്റുപറ്റി, സഭയായിരുന്നു ശരി. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം അറിയോ? അല്ലെ, ഗലീലിയോ എന്ന ഒരാൾ അല്ലേ, എന്താണ് ഭൂമിയാണ് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ പറഞ്ഞതായിട്ടറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 8ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റി എന്നെ HM പറഞ്ഞ് വിട്ടു തുടങ്ങും. എന്നെ വിളിച്ചിട്ട് എന്നെ വ്യക്തിപരമായി വിളിച്ച്, ഇനി നീ പഠിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അത്യാവശ്യമുള്ള പഠിപ്പൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഗലീലിയോ ആരാണെന്നൊന്നും ഞാൻ പഠിച്ചില്ല. മനസ്സിലാവുണ്ടോ? ഈ ഗലീലിയോ ആരാണെന്നും ഇയാൾ പറഞ്ഞ തത്വമൊന്നും എൻ്റെ ഉള്ളിൽ എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ ഒക്കെ കേൾക്കണത്. ഇയാൾ ഇങ്ങനെ ഒരാളുണ്ടെന്നും ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അത് സഭ അതിനെ അങ്ങനെ സഭക്ക് തെറ്റുപറ്റിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് ഈ വചന ഭാഗത്തെ വിവരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. ഞെട്ടിക്കുന്ന ഒരു ശീർഷകം. ഗലീലിയോയ്ക്ക് തെറ്റുപറ്റി, സഭയായിരുന്നു ശരി. സാധാരണ നമ്മൾ കേട്ടത് എന്താണ്? സഭയ്ക്ക് തെറ്റുപറ്റി, ഗലീലിയോ പറഞ്ഞതായിരുന്നു ശരി എന്നാണ്. പക്ഷെ ഇവിടെ പറയണത് ഗലീലിയോയ്ക്ക് തെറ്റുപറ്റി, സഭയായിരുന്നു ശരി. ഗലീലിയോ വാസ് റോങ്, ദ ചർച്ച് വാസ് റൈറ്റ്. എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെൻറ്റിൻ്റെ പേരാണ്. അപ്പോൾ അത് അടിയിലോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താണ്? ഗലീലിയോ വാസ് റോങ്, ദ ചർച്ച് വാസ് റൈറ്റ്. അതായത് ഗലീലിയോയ്ക്ക് തെറ്റുപറ്റി, സഭയായിരുന്നു ശരി എന്നുള്ള ഒരു ഡോക്യുമെൻ്റ്. അപ്പോൾ 3 വാല്യങ്ങളിലായി റോബർട്ട് സൺ ജെനീസ്, റോബർട്ട് ബെനറ്റ് എന്ന 2 പേര്, ആ 2 പേര് എന്നിവർ രചന നിർവഹിച്ചിരിക്കുന്ന ഗ്രന്ഥത്രയത്തിൻ്റെ പേരാണിത്. വെറും ഒരു വാചകമടിയല്ല ഇത് ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല. വെറും ഒരു വാചകമടിയല്ല ഇത്. ശാസ്ത്രീയമായ അപഗ്രന്ഥം ഉണ്ടോ? അതായത് ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു അപഗ്രന്ഥമാണ്. അപ്പോൾ അതെ ശ്രദ്ധിച്ചോട്ടോ. സൂര്യനാണ് കേന്ദ്രം, ഭൂമിയല്ല എന്ന് പറഞ്ഞ ഗലീലിയോയെ കണ്ടോ. സൂര്യനാണ് കേന്ദ്രം, എന്താണ് പറഞ്ഞത്? സൂര്യനാണ് കേന്ദ്രം, ഭൂമിയല്ല എന്ന് പറഞ്ഞ ഗലീലിയോയെ സഭ ശിക്ഷിച്ചതാണല്ലോ വിവാദ വിഷയം. ഇപ്പം നിങ്ങൾക്ക് തോന്നണുണ്ടോ നമ്മൾ മാറ്ററിൽ നിന്ന് പോയി എന്ന് തോന്നണുണ്ടോ? വിഷയത്തിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടാണ് അതിനെ വിവരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രസവ വേദന തന്നെ വിവരിക്കുന്നതേ ഇത് പറഞ്ഞുകൊണ്ടിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശാസ്ത്രീയമായ അപഗ്രന്ഥമാണ്. സൂര്യനാണ് കേന്ദ്രം, ഭൂമിയല്ല എന്ന് പറഞ്ഞ ഗലീലിയോയെ സഭ ശിക്ഷിച്ചതാണല്ലോ വിവാദ വിഷയം. എന്നാൽ ഗലീലിയോ പറഞ്ഞത് അത്രയങ്ങ് സത്യമാണോ? എളുപ്പം ഗ്രഹിക്കാനായി ഒരു ചോദ്യം ഉന്നയിക്കട്ടെ. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലാണോ സൂര്യൻ?
ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമാണോ പ്രപഞ്ച കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത്? അതോ അവയെ നിരീക്ഷിച്ച് പഠിക്കുന്ന മനുഷ്യനെയോ? മനുഷ്യനെയാണെങ്കിൽ മനുഷ്യൻ വസിക്കുന്ന ഭൂമിയല്ലേ പ്രപഞ്ച വരേണ്ടത്? അതിനാൽ കേന്ദ്രീകൃതമല്ല, ഭൂമി കേന്ദ്രീകൃതമാണ് ശരി, അല്ലേ? അങ്ങനെയാണെങ്കിൽ സൂര്യ കേന്ദ്രീകൃതമല്ല, ഭൂമി കേന്ദ്രീകൃതമാണ് ശരി എന്നാണ് ഈ ഗ്രന്ഥം. ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ എഴുതിയെന്ന് പറഞ്ഞില്ലേ? ഗലീലിയോ വാസ് റോങ്, ദ ചർച്ച് വാസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപഗ്രന്ഥം. അപ്പം അത് എഴുതിയിരിക്കുന്നത്, അതും ശാസ്ത്രീയ തെളിവുകൾ നിരത്തിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ്. അപ്പം ഗലീലിയോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്? സൂര്യനാണ് കേന്ദ്രം. മനസ്സിലായോ? പക്ഷെ ഇവര് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു സൂര്യനാണ് കേന്ദ്രം. അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇതിനെല്ലാം നിരീക്ഷിച്ച് പഠിക്കുന്ന മനുഷ്യനല്ലേ പ്രധാനപ്പെട്ട ഘടകം? അങ്ങനെയാണെങ്കിൽ ഭൂമിയല്ലേ കേന്ദ്രമാകേണ്ടത്? പ്രപഞ്ചത്തിൽ ഭൂമിയല്ലേ കേന്ദ്രമാകേണ്ടത്, സൂര്യനല്ലല്ലോ എന്ന് ഞാൻ പറയണത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാകണമെന്ന് വിചാരിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടിയിലേക്ക് നമ്മുടെ ഈ അതിൻ്റെ വിവരണത്തിലേക്ക് വരികയാണ്. ഇത്രയും സൂചിപ്പിച്ചത് ബൈബിൾ അവതരിപ്പിക്കുന്ന സത്യങ്ങളിലെ ഏറ്റവും സുന്ദരമായ ഈ ഒരു ഭാഗം ശരിയായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടി മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. പൗലോസിൻ്റെ ഈ വചനത്തിലെ ഒരൊറ്റ വാക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കട്ടെ. സമസ്ത സൃഷ്ടികളും ഈറ്റുനോവ് അനുഭവിക്കുന്നു. കണ്ടോ? സമസ്ത സൃഷ്ടികൾ, അതായത് മനുഷ്യവംശം മാത്രമല്ല, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്തിനാണ് ആ ഈറ്റുനോവ്, ആ പ്രസവ വേദന? അപ്പം അതാണ്, മനസ്സിലായോ? സമസ്ത സൃഷ്ടികളും ഈറ്റുനോവ് അനുഭവിക്കുന്നു. സമസ്ത സൃഷ്ടികളും പ്രസവ വേദന അനുഭവിക്കുന്നു. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഈറ്റുനോവ് അനുഭവിക്കുന്നു, വിലപിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? അപ്പം ഈ വചനങ്ങളുടെ എല്ലാം അർത്ഥം എന്താണെന്നാണ് ഈ ചോദിക്കുന്നത്. ആദാമിൻ്റെ പാപം ആദം എന്ന വ്യക്തിക്ക് മാത്രമല്ല ദോഷമുണ്ടാക്കിയത്. ആദാമിൻ്റെ പാപം ആദാം എന്ന വ്യക്തിക്ക് മാത്രമല്ല ദോഷമുണ്ടാക്കിയത്, സകല മനുഷ്യർക്കുമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനുമാണ്. ഇതിൻ്റെ തെളിവുകൾ അന്വേഷിച്ച് നാം അലയണമെന്നില്ല. ചുറ്റും നോക്കിയാൽ മതി, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ശുദ്ധജലം കിട്ടാനില്ല, ശുദ്ധവായു കിട്ടാനില്ല, വിഷമില്ലാത്ത പച്ചക്കറിയോ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നോ കിട്ടാനില്ല. എല്ലാം സംഭവിച്ചത് വികസനത്തിൻ്റെ പേരിൽ. ഏതാനും കുത്തക കമ്പനികളുടെ ചട്ടുകമായി മാറിയത് മനുഷ്യർ മാത്രമല്ല, ഭൂമിയും വെള്ളവും വായുവും ഒക്കെയാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഉള്ള അല്ലേ കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഇതിലെഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ പാപം ലോകത്തെ താറുമാറാക്കിയിരിക്കുന്നു. നമ്മുടെ പാപം, അതായത് ആ ഉത്ഭവപാപത്തിലൂടെ ഇല്ലേ, ആ ഉത്ഭവപാപം ലോകം മുഴുവനിലേക്കും പ്രപഞ്ചം മുഴുവനിലേക്കും പ്രസരിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതെന്ത് സംഭവിച്ചു? നമ്മുടെ പാപം ലോകത്തെ താറുമാറാക്കിയിരിക്കുന്നു. പ്രപഞ്ചം വേദനിക്കുന്നു, അത് നെടുവീർപ്പിടുന്നു. എങ്കിലും ഈ ലോകത്തിലേക്കാണ് ദൈവമായ വചനം വന്നത്. ഈ ലോകത്തിലെ മനുഷ്യർക്കാണ് ആത്മാവിൻ്റെ ആദ്യ ഫലം നൽകിയത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിനെല്ലാം പറഞ്ഞത്. എന്താണ്? അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക്. എന്ത്? ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. അതായത് നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
നമുക്ക് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുൻകൂർ നമുക്കിപ്പോൾ ഈ ലോക ജീവിതത്തിൽ മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. അതായത് നിത്യജീവിതത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അവിടെ ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുൻകൂർ, മനസ്സിലായോ? അതിനെയാണ് ആദ്യഫലം എന്ന് പറയണത്. ആദ്യഫലം ലഭിച്ച എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എങ്കിലും ഈ ലോകത്തിലേക്കാണ് ദൈവമായ വചനം വന്നത്. ഈ ലോകത്തിലെ മനുഷ്യർക്കാണ് ആത്മാവിൻ്റെ ആദ്യഫലം നൽകിയത്. കാർഷിക രംഗത്ത് നിന്നുള്ള ഒരു പ്രതീകമാണ് ആദ്യഫലം, ഇല്ലേ? കാർഷിക രംഗത്ത് നിന്നുള്ള ഒരു പ്രതീകമാണെന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും നമുക്കറിയാം കാഴ്ചവെപ്പ്, അല്ലേ? നമുക്ക് കിട്ടിയ ഫലങ്ങൾ, ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫലം, അതിൻ്റെ ആദ്യത്തെ ഫലം നമ്മൾ എന്ത് ചെയ്യും? അത് ദൈവത്തിന് സമർപ്പിക്കും. അപ്പോൾ അതൊക്കെ കോട്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. കാർഷിക രംഗത്ത് നിന്നുള്ളൊരു പ്രതീകമാണ് ആദ്യഫലം. അതിങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. എന്തിനാണിത്? പ്രപഞ്ചത്തിൻ്റെ വേദന മരണവേദനയല്ല, പ്രസവവേദനയാണ്. കണ്ടോ? പ്രപഞ്ചത്തിൻ്റെ വേദന മരണവേദനയല്ല, അത് പ്രസവവേദനയാണ്. ഭൗതിക പ്രപഞ്ചം മുഴുവനും നവീകരിക്കപ്പെടാനുള്ള, ശ്രദ്ധിക്കണം, ഭൗതിക പ്രപഞ്ചം മുഴുവനും, അതായത് ഭൂമി മുഴുവനും നവീകരിക്കപ്പെടാനുള്ള, പുതുക്കപ്പെടാനുള്ള ഈറ്റുനോവാണിത്. കണ്ടോ? പ്രപഞ്ചം മുഴുവനും നവീകരിക്കപ്പെടണം, പുതുക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള ഈറ്റുനോവാണ് ഈ വേദന. എന്ത് വേദന? ഈ പ്രസവവേദന, നെടുവീർപ്പ്. ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ച ക്രിസ്ത്യാനികളും വിലപിക്കുന്നു. കണ്ടോ? ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ച ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിച്ചതിലൂടെയാണ് നമുക്ക് ഈ ആദ്യ ഫലം ലഭിച്ചത്. ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ച ക്രിസ്ത്യാനികളും വിലപിക്കുന്നു, വേദനിക്കുന്നു. അത് മരണവേദനയല്ല, ഈറ്റുനോവാണ്. ഈ പ്രപഞ്ചം, ഈ ഭൂമി നമ്മുടെ സ്വന്തം വീടല്ല, വാടക വീടാണ്. സ്വന്തം വീട്ടിലേക്ക് ജനിച്ചു വീഴാനുള്ള ആഗ്രഹമാണ് പ്രസവവേദന. കണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ജനിച്ചു വീഴാനുള്ള, അതായത് ദൈവത്തിനോടൊത്തായിരിക്കണ അവസ്ഥ, ആ നിത്യമായ അവസ്ഥ, അവിടേക്ക് ജനിച്ചു വീഴാനുള്ള ആഗ്രഹമാണ് ഈ പ്രസവവേദന എന്ന്. ദൈവമക്കളായി രൂപാന്തരപ്പെടാനുള്ള, കണ്ടോ? ദൈവമക്കളായി രൂപാന്തരപ്പെടാനുള്ള ഈറ്റുനോവാണത്. ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെട്ട മൂശയാണ് സഹനവും കഷ്ടപ്പാടുകളും. കണ്ടോ? അതായത് ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെട്ട, അതായത് വെളിപ്പെടുത്തപ്പെട്ട മൂശയാണ് സഹനവും കഷ്ടപ്പാടുകളും. അതാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകൾ എത്ര നിസ്സാരമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇത് 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പല ആവർത്തി കേട്ടാലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇത്തിരി കഠിനമാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിപ്പോൾ എത്രത്തോളം മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കും എല്ലാം മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മുടെ ആത്മാവിൽ അത് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ എന്താണ് അതിനെ പറയണേ? ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ലല്ലോ. അതെന്തായിരുന്നു ആ വാക്ക്? എനിക്ക് കിട്ടുന്നില്ല. നാവിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ ആ വാക്ക് കിട്ടുന്നില്ല. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, അതായത് ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടാൻ, അതിങ്ങനെയാണ് ഇപ്പോൾ മനസ്സിൽ വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വാക്കല്ല എനിക്കിപ്പോഴും കിട്ടിയേക്കണം. നമ്മളെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലായോ? അയവിറക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ചവച്ച്, ഇപ്പം എൻ്റെ ഭാഷ പറഞ്ഞാൽ ചവച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആത്മാവിൽ. ഇത്
നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ നമ്മുടെ ആത്മാവിൽ ഇതിനെ ഇട്ട് മനനം ചെയ്യുക. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ഇപ്പം തന്നെ എല്ലാം മനസ്സിലായി എന്ന് വരില്ല. ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെട്ട മൂശയാണ് സഹനവും കഷ്ടപ്പാടുകളും. അതിനാൽ അവ നിസാരമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രസവവേദന പോലെയാണത്. പ്രസവവേദന അല്ലേ, പ്രസവം ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണിയായൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ യുവതിയുടെ ഒരവസ്ഥ ആ സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് മറ്റൊരാൾക്ക് അറിയില്ല, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അറിയില്ല. മനസ്സിലായോ? പക്ഷെ അത് ഒരു പ്രത്യാശയും കൂടിയാണത് അല്ലേ. ആ വേദന ഒരു പ്രത്യാശയെ ചുറ്റിപ്പറ്റിയും കൂടിയിട്ടുള്ളത് ആണ് ആ വേദന. അപ്പം എന്നതുപോലെയാണ്, അത് മരണവേദനയല്ല, അത് പ്രസവ വേദനയാണ്. മനസ്സിലായോ? അതിൻ്റെ പൊക്കത്തൊക്കെ പറഞ്ഞത് ഈ പുതുജന്മം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യവംശം മാത്രമല്ല നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആരൊക്കെ നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്? പുതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുനരുദ്ധരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർവ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും എന്ത് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്? അതിനു വേണ്ടിയാണ് ഈ വിലാപം മുഴുവനും, അതിനു വേണ്ടിയാണ് ഈ നീറ്റുനോവ് മുഴുവനും, അതിനു വേണ്ടിയാണ് ഈ പ്രസവവേദന അവരനുഭവിക്കണേ. പക്ഷെ ഇതെപ്പോഴാണ് സംഭവിക്കണത്? ഇതിൻ്റെയൊക്കെ അവസാനം എപ്പോഴാണ്? അതിൻ്റെ അവസാനമാണ് ഈശോൻ്റെ രണ്ടാം വരവ്. അതിലൂടെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. മനസ്സിലായോ? അപ്പോൾ ഈ പുതുജന്മം, ഈ നവീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. കണ്ടു? എന്താണ് ഈ പുതുജന്മം, ഈ നവീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇപ്പം എപ്പോഴും നമ്മുടെ ധ്യാനത്തിൽ പറയാറുള്ള ഒരാശയമാണ്, ആദ്യം വന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചാലല്ലേ രണ്ടാമത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രഥമ ആഗമനത്തിൽ അല്ലേ വന്ന ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ? അങ്ങനെയാണെങ്കിലാണ് നമുക്ക് രണ്ടാമത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വീകരിക്കൽ അതിൻ്റെ പൂർണ്ണതയിലാവില്ല. കണ്ടോ ഈ പുതുജന്മം? അപ്പോൾ ഇതെല്ലാം മാമോദീസ എന്ന കൂദാശയെയും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. മനസ്സിലായോ? ഈ മാമോദീസ എന്ന കൂദാശയൊക്കെ ഇവിടെ നിഴലിച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ ഈ പുതുജന്മം, ഈ നവീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. കണ്ടോ ഈ പുത്രത്വലബ്ധി എന്ന് പറഞ്ഞില്ലേ, പുത്രത്വലബ്ധി. അപ്പം അത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ആദ്യം സംഭവിക്കുന്നത് എവിടെയാണ്? ഈ മാമോദീസ എന്ന കൂദാശയിലാണ്. പുത്രത്വലബ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ദത്ത് പുത്രരാക്കപ്പെടുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. അത് വീണ്ടെടുപ്പിൻ്റെ ഒന്നാം ഭാഗമാകണുള്ളൂ, ഒന്നാം ഘട്ടം. അതിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടം എന്തെന്നാണ്? അത് അവൻ്റെ രണ്ടാം വരവിലൂടെയാണ് അത് പൂർത്തീകരിക്കുന്നത്. ഈ പുതുജന്മം, ഈ നവീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി, കണ്ടോ, അതിനുവേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത്. ആ ആഗമനകാലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇല്ലേ? അവൻ്റെ മനുഷ്യാവതാരം, വചനം മാംസമായി അല്ലേ, ദൈവം മനുഷ്യനായി. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത്. അതിനാൽ ഭൂമി കേന്ദ്രീകൃതമാണ് ദൈവത്തിൻ്റെ പദ്ധതി പോലും. ശ്രദ്ധിക്കണം കേട്ടോ. അതിനാൽ ഭൂമി കേന്ദ്രീകൃതമാണ് ദൈവത്തിൻ്റെ പദ്ധതി പോലും. ഭൂമി കേന്ദ്രീകൃതമാണ്, സൂര്യ കേന്ദ്രീകൃതമല്ല. മനസ്സിലായോ? കുറച്ച് ശാസ്ത്രീയ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ?
ഇതാരെഴുതിയെന്നറിയോ? ഇത് മാണിപ്പറമ്പിലച്ഛൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്, കണ്ടോ? ആത്മാവിൻ്റെ വാൾ അല്ലേ? ആത്മാവിൻ്റെ വാൾ വചനം, അതായത് ശ്ലീഹന്മാരുടെ നടപടി, അതായത് അപ്പസ്തോല പ്രവർത്തനം മുതൽ മറ്റുള്ള ലേഖനങ്ങൾ മുഴുവൻ. ഇപ്പം ഇനിയുണ്ട്. ഇത് 5 വോളിയങ്ങളാണ്, 5 ഭാഗങ്ങളാണ്. ഇത് സുവിശേഷങ്ങളുടെ മാത്രമുണ്ട്. അപ്പോൾ ഇതിന് എത്ര രൂപയാണെന്നറിയാമോ? ഇതെല്ലാം കൂടി 17,500 രൂപയായി. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലത്തെ ഇനി 4 എണ്ണം കൂടി ഉണ്ട് അപ്പുറത്ത്. അപ്പം ഞാൻ ഈ ഗണ്ണികനെ എങ്ങനെയാണ്, ഇതിപ്പോൾ ഈ ഗണ്ണിക എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഞാൻ ഇത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കടുകട്ടിയിലാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അപ്പം ഇതെങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇന്നതെടുത്ത്. ഇപ്പം നാളെ മുനമ്പം മഞ്ഞുമാതാ പള്ളിയിൽ നമ്മൾ ക്രിസ്തുമസ് സന്ദേശത്തെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ എന്നും കേൾക്കുന്ന സന്ദേശങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ തോമസ് പോളിൻ്റെ ധ്യാനങ്ങളിലൂടെയും നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറേ ഇതൊക്കെ അല്ലേ? മനുഷ്യാവതാരമെടുത്ത ഉണ്ണീശോൻ്റെ ശരീരത്തിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ സർവ്വ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിലേക്ക് കടന്ന് നമ്മൾ മറ്റൊരു പുതിയ കാര്യം എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചപ്പോൾ ഇന്നൊരു ഡോക്യുമെൻറ്റിൽ ഇന്ന കാര്യങ്ങൾ അത് ആ ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ എടുത്ത് വായിച്ചപ്പോൾ അവിടെ ചെറിയൊരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഏതാണെന്നൊന്നും ഞാനിപ്പോൾ പറയില്ല. അത് നാളെ നിങ്ങളത് പിന്നീട് അത് കേട്ടാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഈ 2630 ഈ ഗണ്ണിക, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഈ ഗണ്ണിക, അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ പഠന ബൈബിളിൽ നിന്ന് അവിടെയും കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത് കേൾക്കുന്ന ഒരാൾക്ക് അത്ര വ്യക്തത കിട്ടില്ല. അപ്പം ഇതും കൂടി അതിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചെറിയ ഒരംശവും കൂടി നമുക്ക് മനസ്സിലാക്കലിലേക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് അപ്പോൾ ഇതാണ് ആ പുസ്തകം. ഇതൊരു സെറ്റാണ്. ഒരു 5-6 പുസ്തകം ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ വചനഭാഗത്തിനെ കുറിച്ച് ഇവിടെ എങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എഴുതിയിരിക്കണമെന്ന് പറയുമ്പോൾ ഇത് സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടിയൊക്കെയാണ് എഴുതിയേക്കണേ കേട്ടോ. അച്ഛൻ്റെ കുറേ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹം എന്താ പഠിപ്പിക്കണേ. അറിയാത്തവർക്ക് അറിയാൻ പറ്റില്ല, അറിയണവർക്കറിയാം. അപ്പോൾ ഇതൊരു വെറുതെ ഒരു അച്ഛൻ എഴുതിയ പുസ്തകമല്ല. ഇത് എന്താണ്? ഇത് സഭയുടെ പ്രബോധനങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭയുടെ പ്രബോധനങ്ങളുടെയും അടിത്തട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഓരോ ഡോക്യുമെൻറ്റുകളും അദ്ദേഹം എഴുതിയതാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നാലും അതെല്ലാം സഭയുടെ പ്രബോധനങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്നതും വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഒത്തിണങ്ങി പോകുന്നതുമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ കുറേ ശാസ്ത്രീയ കാര്യങ്ങളും ഭൂമിശാസ്ത്രവും ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് എഴുതണതെന്ന് മാത്രം. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരാനും കൂടി വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ നമ്മൾക്ക് ഇതെങ്ങനെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രഹസ്യത്തെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഭൂമിയുടെ ചില കാര്യങ്ങളിലൂടെ കൂടിയും മനുഷ്യ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളിലൂടെ കൂടിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭൂമി കേന്ദ്രീകൃതമാണ് ദൈവത്തിൻ്റെ പദ്ധതി, സൂര്യ കേന്ദ്രീകൃതമല്ല. ഗലീലിയോ പറഞ്ഞെന്ന് സൂര്യ കേന്ദ്രീകൃതമാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എന്താണ് അവിടെ ഇതുള്ളത്? ദൈവത്തിൻ്റെ പദ്ധതി സൂര്യ കേന്ദ്രീകൃതമായിരുന്നോ? മനസ്സിലായോ? മനുഷ്യ കേന്ദ്രീകൃതമാണ്. മനുഷ്യൻ എവിടെയാണ്? സൂര്യനിലാണോ? മനുഷ്യൻ ഭൂമിയിലാണ്. അപ്പം ഭൂമി കേന്ദ്രീകൃതമല്ലേ പറയേണ്ടത്? അപ്പം ആർക്കാണ് തെറ്റുപറ്റിയത്? എല്ലാവരും പറയാറുണ്ട് കത്തോലിക്ക സഭക്ക് തെറ്റുപറ്റി, അത് ലാസ്റ്റ് തിരുത്തി അവനെ വെറുതെ ഇതാക്കി
അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഭയങ്കര ഇതൊക്കെ ആക്കി എന്നും പറഞ്ഞ് നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് വിമർശനം ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. ഈ ഗലീലി, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ 8ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ് പറഞ്ഞു വിട്ടതുകൊണ്ട് നമുക്ക് ഗലീലി ആരാണെന്നും അവൻ പറഞ്ഞത് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കത്തോലിക്ക സഭക്ക് തെറ്റ് പറ്റിയെന്ന് നമ്മുടെ അടുത്ത ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം അറിയായിരുന്നു, കത്തോലിക്ക സഭക്ക് തെറ്റ് പറ്റില്ല. കത്തോലിക്ക സഭ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് തെറ്റ് പറ്റുമോ? പറ്റില്ല എന്ന് പറയേണ്ടി വരും. അപ്പം അതെനിക്കൊരു നല്ലൊരു ഉറച്ച ബോധ്യമായിരുന്നു. സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഇന്നലെയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലാണ് ഞാനിതിങ്ങനെ എടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു വഴി, അതിൻ്റെ ഒരു ചെറിയൊരു അംശം എനിക്ക് മനസ്സിലാക്കി കിട്ടിയപ്പോഴാണ്. എന്തൊക്കെയായാലും നമുക്ക് ചെറിയ രീതിയിൽ ഇത് മനസ്സിലായോ ഇല്ലയോ? അപ്പം ഞാൻ അതിൻ്റെ അടിയിലോട്ടും കൂടി ഒന്ന് വായിക്കട്ടെ. സൂര്യകേന്ദ്രം, നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി നമുക്ക് നൽകാനായിട്ടാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തത്. നിത്യമായ ലോകത്തിലേക്ക് ജനിച്ചു വീഴാനുള്ള ഈറ്റുനോവ് കണ്ടോ, നിത്യമായ ലോകത്തിലേക്ക് ജനിച്ചു വീഴാനുള്ള ഈറ്റുനോവ് കണ്ടോ, എന്തെന്നാണ്? നിത്യമായ ലോകത്തിലേക്ക് ജനിച്ചു വീഴാനുള്ള ഈറ്റുനോവ് ഞാനിപ്പോൾ അനുഭവിക്കാൻ തയ്യാറാണോ? എന്നിട്ട് നമ്മുടെ അടുത്ത്, അതായത് ഈ വായിക്കണ ഓരോരുത്തരുടെ അടുത്തും ഒരു ചോദ്യമാണ്, എന്തെന്നാണ്? നിത്യമായ ലോകത്തിലേക്ക് ജനിച്ചു വീഴാനുള്ള ഈറ്റുനോവ് ഞാനിപ്പോൾ അനുഭവിക്കാൻ തയ്യാറാണോ? അനുഭവിക്കുന്നുണ്ടോ? സഹനത്തിൻ്റെ ഈ പുതിയ ചക്രവാളം എനിക്ക് സ്വീകാര്യമാണോ? മനസ്സിലായി? ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ തന്നെ മറ്റു കാര്യങ്ങളും കൂടിയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തെന്നാണ്? ഇപ്പം ഇനി ആത്മാവിൻ്റെ നെടുവീർപ്പുകൾ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അല്ലേ, നമുക്കറിയില്ല. ആത്മാവ് നടത്തുന്ന ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അപ്പം ഞാനിതെല്ലാം കൂടിയും വായിക്കണില്ല. അപ്പം എല്ലാം കൂടി വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, അപ്പം ഈയൊരു ഇപ്പുറത്തെ അത് വായിക്കണോ? അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 2630 ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ. പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. അപ്പം ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹയിൽ നിന്നാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കണേ. എന്താണ്? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹായിൽ നിന്നാണ്, യേശു ക്രിസ്തുവിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ കൂടെ കൂടെ കാണുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. മനസ്സിലായോ? ഒട്ടും കാണാനില്ല എന്നല്ല, തീരെ കാണാനില്ല. കാരണം പ്രത്യാശയുടെ അവസ്ഥയിലേക്കാണ്. നമ്മൾ ജീവിക്കണത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാ നിർഭരമാണ്. നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്നുയരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ മറ്റൊരു അഗാധതയുടെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, നമുക്ക് ആർക്കും പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു പോയിന്റ് കിട്ടിയോ? ഒരു ചെറിയൊരു മണൽത്തരിയുടെ ഒരു അംശം കിട്ടിയോ? നെടുവീർപ്പുകളെന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന
മറ്റൊരു അഗാധതയിൽ നിന്ന് ഉയരുന്നു എന്നുള്ളത്. അപ്പോൾ ആ വാക്കിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കത് ഇത്തിരി കൂടി മനസ്സിലായോ. അതായത് പ്രസവ വേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു. ഉണ്ടോ? നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പ്. പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നത്. പ്രത്യാശയിലാണ് രക്ഷ കൈവന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു ഭാഗം കൂടി വായിക്കട്ടെ. ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള ആഗ്രഹമാണിത്. എന്ത്? പ്രത്യാശ. എന്തെന്നാണ്? ദൈവമഹത്വത്തിൽ. ഇത് ഞാൻ പഠന ബൈബിളിൽ നിന്ന് തന്നെ വായിക്കണേ. പ്രത്യാശ എന്ന വാക്കിനെ മാത്രം വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്തെന്നാണ്? ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള ആഗ്രഹം. അതാണ് പ്രത്യാശയെന്ന്. മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായ ഈ അവകാശം കണ്ടു. മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായ, ദൃശ്യമല്ലാത്ത ഈ അവകാശം വിശ്വാസം കൊണ്ട് കാണാൻ കഴിയുന്നതും കണ്ടു. വിശ്വാസം കൊണ്ട് കാണാൻ കഴിയുന്നതും സ്നേഹം കൊണ്ട് സ്വന്തമാക്കുന്നതുമാണ്. കണ്ടു. വിശ്വാസം കൊണ്ട് കാണാൻ കഴിയുന്നതും സ്നേഹം കൊണ്ട് സ്വന്തമാക്കുന്നതുമാണ്. പ്രത്യാശ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്യാൻ സഹായിക്കുന്നു. പ്രത്യാശ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കുന്നു. ഈ ആദ്യഫലം എന്ന വചനമില്ലേ? ആദ്യഫലം അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയട്ടെ. ആദ്യഫലം എന്ന വചനത്തെ മാത്രം വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വിളവെടുപ്പ് കാലത്ത് ആദ്യം ശേഖരിക്കുന്ന വിളവ്. കണ്ടോ? വിളവെടുപ്പ് കാലത്ത് ആദ്യം കണ്ടോ. അപ്പോൾ മാണിപ്പറമ്പിലച്ഛൻ എഴുതിയതും ഭൂമിശാസ്ത്രപരമായിട്ട് എഴുതിയതും കണ്ടോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയേക്കണ കണ്ടോ. എന്തെന്നാണ്? വിളവെടുപ്പ് കാലത്തെ ആദ്യം ശേഖരിക്കുന്ന വിളവ്. മനസ്സിലായോ? ആദ്യഫലം നമ്മുടെ വൃക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിലുണ്ടാകുന്ന ആദ്യഫലം, ഭൂമിയിലുണ്ടാകുന്ന. അപ്പാർഗെ എന്നത്, അതായത് അതിൻ്റെ ഗ്രീക്ക് പദം ആദ്യഫലം. അപ്പാർഗെ എന്നത് വരാനുള്ളതിൻ്റെ ഉറപ്പ്. അപ്പാർഗെ എന്നാണ് അതിൻ്റെ മൂലപദം. അപ്പം അത് വരാനുള്ളതിൻ്റെ ഉറപ്പ് എന്നാണ് അപ്പാർഗെ എന്ന വാക്കിൻ്റെ അർത്ഥം, മലയാള അർത്ഥം. എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് ആത്മാവിനെ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പൂർണ്ണ അവകാശത്തിൻ്റെ ഉറപ്പായി അവതരിപ്പിക്കുന്നു. എന്താണ്? പൗലോസ് ആത്മാവിനെ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പൂർണ്ണ അവകാശം ഉണ്ടല്ലോ. നമുക്ക് നിത്യതയിലേക്ക് കടന്ന നമ്മുടെ ആ ജീവിതാവസ്ഥ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതത്തെ, അതിനെയാണ് നിത്യത എന്ന് പറയണേ. ആ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൗലോസ് ആത്മാവിനെ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പൂർണ്ണ അവകാശത്തിൻ്റെ, അത് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പൂർണ്ണ അവകാശത്തിൻ്റെ ഉറപ്പ് ആയി അവതരിപ്പിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു മുൻകൂറാണ്, അതിൻ്റെ ഒരു അച്ചാരമാണ്, അതിൻ്റെ ഒരു ടോക്കണാണ് നമുക്കിപ്പോൾ നൽകിയേക്കണത്. എന്ത്? മാമോദിസയിലൂടെ. മനസ്സിലായോ? അതാണ് ആദ്യഫലം എന്നതിൻ്റെയൊക്കെ അർത്ഥം. അപ്പം നെടുവീർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിൽ പ്രസവവേദനയുമായിട്ട് അപ്പസ്തോലൻ താരതമ്യപ്പെടുത്തിയിരുന്നു. എന്താണ്? പ്രപഞ്ച സൃഷ്ടിയുടെ കരച്ചിലിനെ സ്ത്രീയുടെ പ്രസവവേദനയുമായി എന്ത് ചെയ്തു? താരതമ്യപ്പെടുത്തിയിരിക്കണം. അപ്പം അത്രയും അവസ്ഥയിലാണ് പ്രപഞ്ചം മുഴുവനും. മനുഷ്യവംശം മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും നെടുവീർപ്പിടുകയാണ്, ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്തിനു വേണ്ടി? സത്യം പറഞ്ഞാൽ അവൻ്റെ രണ്ടാം വരവിന് വേണ്ടിയാണിപ്പോൾ. അതാണ് മാറാനാത്ത, കർത്താവേ അങ്ങ് വേഗം വന്നാലും. അപ്പോൾ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മിപ്പോൾ എന്താണ് പറയാൻ പറ്റണത് നമുക്ക് അല്ലേ? കുർബാന സ്വീകരിച്ച നമുക്ക് അല്ലേ? അപ്പോൾ ഈശോ എന്ത് പറയും? അപ്പം നമ്മൾ പറയാണ്, കർത്താവേ
വേഗം വരിക, മാറാനാത്ത. അപ്പോൾ ഈശോ പറയാണ് മാറൻ അത്ത, എന്താണ്? ഞാൻ വന്നു കഴിഞ്ഞല്ലോ മകനെ, മകളെ, ഞാൻ വന്നു കഴിഞ്ഞല്ലോ. എവിടെ? ഈ വിശുദ്ധ കുർബാനയിലൂടെ. രണ്ടാമത് വരാനിരിക്കണ യേശുക്രിസ്തുവിനെ തന്നെ അല്ലേ നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞുമായിട്ട്, അല്ലേ, അവൻ്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്? ഈ ക്രിസ്തു തന്നെയല്ലേ രണ്ടാമത് വരാനിരിക്കണേ. അപ്പം ആ അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടത്. എന്താണ്? മാറാനാത്ത, കർത്താവേ അങ്ങ് വേഗം വരണമേ എന്ന് പറയുമ്പോൾ മാറനത്ത എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞല്ലോ. അപ്പം ഇവിടെയാണ് അതിൻ്റെ എല്ലാം പൂർത്തീകരണം. എന്ത്? ഈ ഈറ്റുനോവിൻ്റെയും ഈ പ്രസവവേദനയുടെയും ഈ നെടുവീർപ്പുകളുടെ എല്ലാം, പ്രപഞ്ചം മുഴുവൻ മാത്രമല്ല, മനുഷ്യവംശത്തിൻ്റെയും മാത്രമല്ല, അല്ലേ, ഈ ഭൂമി മുഴുവനും. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഇതിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചെറിയൊരു പോയിന്റ് കിട്ടിയോ? ചെറിയൊരു പോയിന്റ്, അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഞാനപ്പോൾ ഇതൊന്നും കൂടി വായിക്കട്ടെ. ഇതൊന്നും കൂടി വായിക്കട്ടെ, അല്ലേ? എവിടെയാണ് വായിച്ചു നിർത്തി? സൃഷ്ടിയിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്നും ഉയരുന്നു. പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നത്. കണ്ടോ? അതാണ് എന്താണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അതിനെങ്ങനെയാണ് നമ്മൾ ശരിക്ക് നമ്മൾ മറ്റൊരു വാക്കിലൂടെ ഇതാക്കുന്നത്? എങ്ങനെയാണ്? എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഉണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് പ്രത്യാശ ഉണ്ടാവുള്ളൂ, കിട്ടുള്ളൂ. പെട്ടെന്ന് വേറൊരു കാര്യം ആലോചിക്കണമായിരുന്നു. പെട്ടെന്നൊരു ആലോചന വന്നു പെട്ടെന്ന് മനസ്സിലേക്ക്. എന്താണ്? അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നത് പറയണേ കേട്ടോ. ഞാൻ ആലത്തൂർ സബ് ജയിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ സമയത്ത് എനിക്ക് ജാമ്യം എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം അങ്ങനെ കിടക്കേണ്ടി വന്നു കുറച്ച് നാൾ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ അതിൻ്റെ ആ ജയിലിലെ ഭിത്തിയുടെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെയാണ്, അതായത് എന്താണ്? രാവിലെ എണീറ്റ് കഴിയുമ്പോൾ, രാവിലെ നേരം പുലരണത് ഇന്ന് ആരെങ്കിലും വരും, കണ്ണൻ ജാമ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും എന്ന് ഞാനിങ്ങനെ പ്രത്യാശിക്കണേ. ഭയങ്കര പ്രത്യാശയാണ് എനിക്ക്, മനസ്സിലായ? ഒരു അവസ്ഥയില്ല പ്രത്യാശിക്കാനുള്ള, മനസ്സിലായ? 1 വർഷം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അങ്ങനെ 1 വർഷം 1.5 വർഷത്തോളമൊക്കെ ആയി. അപ്പോൾ ഒരു പ്രത്യാശയൊന്നുമില്ല, ആരും വരാനൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രത്യാശയ്ക്ക് വകയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രത്യാശിക്കും. എന്ത് പ്രത്യാശിക്കും? ഇങ്ങനെ ഇന്ന് ആരെങ്കിലും വരും എൻ്റെ ജാമ്യവുമായിട്ട്. അപ്പോൾ വാർഡന്മാർ വന്ന് വിളിക്കും, കണ്ണാ നിനക്ക് ജാമ്യം വന്നിട്ടുണ്ട് എന്ന് പറയും എന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് 6 മണിയാകുമ്പോൾ ലോക്കപ്പായി. വൈകിട്ട് 6 മണിയാകുമ്പോൾ എന്താവും? ലോക്കപ്പാവും. ലോക്കപ്പ് എന്ന് വെച്ചാൽ തടവുകാരുടെ എണ്ണം എടുത്ത് ഫയൽ, അതായത് എണ്ണം എടുക്കുക എന്ന് പറയും. ഫയൽ വിളിക്കും ഫയൽ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അങ്ങനെ നിരന്നിരിക്കണം. അപ്പോൾ നമ്മളുടെ എണ്ണം എടുത്ത് ഇന്ന റൂമിൽ ഇന്നിത്ര ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് എണ്ണം എടുത്ത് പോകും. അപ്പോൾ ആ 6 മണി കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ജാമ്യം അല്ലേ, പിന്നെ അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ മറ്റൊരാൾക്ക് പ്രവേശനമില്ല, അവിടുത്തെ സ്റ്റാഫുകൾക്കല്ലാതെ, അല്ലേ, ജയിൽ സ്റ്റാഫുകൾക്കല്ലാതെ, അല്ലേ, തടവുകാരെങ്കിലും കാണാൻ വരിക, അങ്ങനെയുള്ളൊരു സംവിധാനം. പിന്നെ പിറ്റേ ദിവസം 11 മണി മുതലാണ് രാവിലെ. ജാമ്യം കിട്ടിയാലും അപ്പോഴാണ് വിടാൻ സാധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം ഞാനിങ്ങനെ വൈകിട്ട് 6 മണി കഴിയുമ്പോൾ ആ പ്രത്യാശയൊക്കെ നശിക്കണേ. അപ്പോൾ ആ നിരാശയോടുകൂടി കിടക്കുകയാണ്, മനസ്സിലായേ? കിടന്നുറങ്ങലൊക്കെ കിടക്കാണ്.
അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഭൗതികമായൊരു വാക്കുകളാണ് ഇത്. ഇതായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വന്നത് ഞാൻ പറയണേ. അപ്പം ഞാൻ ഇങ്ങനെ ആ ഭിത്തിമേൽ ഇങ്ങനെ എഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? ഓരോ പ്രഭാതവും പ്രത്യാശയുടേതാണ്. ഓരോ പ്രഭാതവും പ്രത്യാശയുടേതാണ്. ഓരോ അസ്തമയവും നിരാശയുടേതും ഇങ്ങനെ എഴുതി വെക്കും. ഓരോ അസ്തമയവും നിരാശയുടേതും. മനസ്സിലായോ? അതിപ്പോൾ ഞാനിത് ഇതായിട്ട് ബന്ധപ്പെടുത്താൻ എനിക്കറിയില്ല. അതിപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ഇതായിട്ട് ബന്ധപ്പെടുത്താമോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതങ്ങനെ പ്രത്യാശ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. അപ്പോൾ ഓരോ പ്രഭാതവും പ്രത്യാശയുടേതാണ്. കാരണം പ്രഭാതം പൊട്ടിവിടരുന്നത് എൻ്റെ അവിടുത്തെ ജീവിതാവസ്ഥയിൽ എനിക്ക് ഇന്ന് ജാമ്യം വരും എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞാനിരിക്കുന്നത്. പക്ഷെ വൈകിട്ട് 6 മണിയായി കഴിയുമ്പോൾ ആ പ്രത്യാശയൊക്കെ നശിച്ച് വീണ്ടും നിരാശയിലേക്ക് പോവാണ്. അപ്പോൾ അസ്തമയം നിരാശയുടേതും പ്രഭാതം ഓരോ പ്രഭാതവും പ്രത്യാശയായിരുന്നു എൻ്റെ. പക്ഷെ അസ്തമയം വരുമ്പോൾ ഞാൻ നിരാശയിലേക്ക് പോകും. മനസ്സിലായോ? അത് ഇതായിട്ട് ബന്ധമൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ ബന്ധമുണ്ട് കേട്ടോ. പക്ഷേ ഇത് കേൾക്കണ ആൾക്കാർക്ക്, ഇത് അനുഭവിക്കണവർക്കല്ലേ അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അനുഭവിക്കാത്ത ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അത് അത്ര വ്യക്തത കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രത്യാശ എന്ന വാക്കാണ് ഇപ്പോൾ ഞാൻ അതിനോട് ഉപമിപ്പിച്ചതാണ് എൻ്റെ ആ അവസ്ഥയെ. പ്രത്യാശ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്രത്യാശ, നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് ഇത്രയും പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവ് ഈശോ മിശിഹായുടെ 2ാം വരവിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം പ്രത്യാശ വേണം? ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ കുർബാന എന്ന ആരാധനക്രമത്തിൽ നമ്മൾ പറയാനുണ്ട്, കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പോൾ ഈശോ എന്നോട് ചോദിക്കുകയാണ്, നീ സത്യത്തിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും വരുമെന്നുള്ളതേ നീ ഏറ്റു പറഞ്ഞല്ലോ. നിനക്കിത് ഉറപ്പുണ്ടോ? ഞാൻ വീണ്ടും വരുമെന്ന് ഉറപ്പുണ്ടാന്ന് ചോദിക്കണം. മനസ്സിലായോ? ഞാൻ വീണ്ടും വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? അത് വീണ്ടും വരുമെന്നുള്ളത് ഉറപ്പാണ്, കൺഫേമാണ്, അതിലൊരു മാറ്റമില്ല. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പം അവിടെ ശരിക്കും ഒച്ചയെടുക്കാൻ പറ്റൂല. ഒച്ചയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? യേശുവിൻ്റെ 2ാം വരവ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞേനെ അവിടെ. പക്ഷെ അങ്ങനെ പറയാനുള്ളൊരു അവസ്ഥയില്ലല്ലോ ആരാധനക്രമത്തിൽ. അതുകൊണ്ട് ഞാൻ പറ്റണ പോലെ ഞാൻ അതിന് മറുപടി കൊടുക്കും. മനസ്സിലാവുണ്ടോ? പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നതെന്ന് വായിച്ചപ്പോൾ എനിക്ക് വന്ന ഓർമ്മയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവരുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒടുവിൽ വാക്കുകൾക്ക് അപ്രാപ്യമായ തേങ്ങലുകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൗർലഭ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 അല്ലേ? ആത്മാവ് തന്നെ അല്ലേ പ്രാർത്ഥിക്കണ കാര്യമൊക്കെ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആത്മാവ് തന്നെ നെടുവീർപ്പുകൾ അല്ലേ, നമ്മുടെ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് തന്നെ, ഏതാത്മാവ്? പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കണത്. ഇനി ഇതിൻ്റെ 2090 സൈഡ് ഇത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോണേണ്. 2090 ഗണ്ണികയും കൂടി ഒന്ന് എടുത്തേ. അതിൻ്റെ സൈഡ് ഗണ്ണികയാണ്. അതിൻ്റെ സൈഡ് ഗണ്ണിക കണ്ടോ? 2090. ഇപ്പം നമ്മൾ പറഞ്ഞത് എത്രയാണ്? 2630. അതിൻ്റെ സൈഡ് ഗണ്ണികയുണ്ട് 2090, 2090. അപ്പോൾ അതും കൂടിയും ഒന്ന് എടുത്തേ. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വായിക്കട്ടെ. അവിടെയും ഹെഡ്ലൈൻ എന്താണ്? പ്രത്യാശയാണ് കേട്ടോ. അവിടെയും ഹെഡ്ലൈൻ എന്താണ്? പ്രത്യാശയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ കണ്ടോ, ദൈവം തന്നെ വെളിപ്പെടുത്തും. ആ ഒരു ആരാധനക്രമ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. എന്താണ്? ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവം മനുഷ്യനായി
അല്ലേ? ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുകയും, ആ കാലഘട്ടം എന്നുദ്ദേശിച്ചത് ആ ആരാധനക്രമ വത്സരത്തിലാണ് നമ്മളിപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് സ്വന്തം ശക്തികൾ കൊണ്ട് ദൈവിക സ്നേഹത്തോട് പൂർണ്ണമായി പ്രത്യുത്തരിക്കാൻ കഴിയുകയില്ല. ഉണ്ടോ? ദൈവം തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ശക്തികൾ കൊണ്ട് മനുഷ്യന് ദൈവിക സ്നേഹത്തോട് പൂർണ്ണമായി പ്രത്യുത്തരിക്കാൻ കഴിയൂല. അപ്പം എന്ത് വേണം? അപ്പം അതിനെന്തുണ്ടാവണം? ദൈവത്തിന് പ്രതിസ്നേഹം നൽകാനും സ്നേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ട കഴിവ് ദൈവം തനിക്ക് നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. അപ്പം ദൈവം അതെങ്ങനെയാണ് തരുന്നത്? ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. മനസ്സിലായോ? നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും, ശ്രദ്ധിക്കണം, ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനം. അതെന്താണത്? സൗഭാഗ്യപൂർണമായ ദൈവദർശനം അതിനെയാണ് അല്ലേ ദൈവവും ഞാനും തമ്മിലുള്ള കണ്ടുമുട്ടൽ. അത് യേശുവിൻ്റെ അതിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞത് അവൻ്റെ രണ്ടാം വരവിലൂടെയല്ലേ? അല്ലേ? ഞാൻ മുഖാഭിമുഖം ദർശിക്കും എന്നുള്ളത്. അതാണ് സൗഭാഗ്യപൂർണമായ ദൈവദർശനം. ആ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷ. കണ്ടോ? അതാണ് ഞാനിപ്പോൾ ഇത്തിരി മുമ്പ് പറഞ്ഞത്. കണ്ടോ? സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. അപ്പം ഇപ്പം ഞാൻ വായിച്ച ആ വാക്കിനെടുത്തിട്ട് നിങ്ങൾ ആ ലത്തീൻ ആരാധനക്രമത്തിൽ ആ സ്തോത്രയാഗ പ്രാർത്ഥനയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു ഇപ്പം നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞ ആ വാക്കുകൾ, പ്രാർത്ഥന വചസ്സുകൾ എന്തെന്നാണ്? കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പം ഇവിടെ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ ഭാഗം? എന്താണ്? അവൻ വീണ്ടും വരുന്നത് വരെ. അപ്പോൾ അവൻ വീണ്ടും വരും എന്നുള്ളത് ഉറപ്പാണ്, അതിന് യാതൊരു മാറ്റവും. പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ അത് എത്രത്തോളം രജിസ്റ്റർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ അത് പതിഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അവൻ വീണ്ടും വരും എന്നുള്ളതിന്. നമ്മൾ പറയാനുണ്ട്, വിശ്വാസമുണ്ട്, നമ്മളെല്ലാ ആരാധനക്രമത്തിലും ഏറ്റവും പറയുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ്, കഴമ്പ് എത്രത്തോളം ഉണ്ട് തൂക്കി നോക്കിയാൽ. ആ അർത്ഥത്തിൽ വേണം ഇപ്പം ഈ സെൻറ്റൻസിനെ വായിക്കാൻ. ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷ, അതാണ് പ്രത്യാശ. ദൈവസ്നേഹത്തെ എതിർക്കുന്നതിനെയും ശിക്ഷയ്ക്ക് കാരണമാകുന്നതിനെയും സംബന്ധിച്ച ഭയവുമാണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കണോട്ടെ. നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു നെഗറ്റീവ് പോലെ തോന്നില്ലേ? നെഗറ്റീവ് പോലെ തോന്നണില്ലേ ഇപ്പം അവസാനം വായിച്ച സെൻറ്റൻസ്? അന്ന് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് തന്നെയാണ്. മനസ്സിലായോ? നമുക്കത് മനസ്സിലാക്കാനൊക്കെ പെട്ടെന്ന് വളരെ പ്രയാസം തോന്നും. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ഒന്നും കൂടി വായിക്കട്ടെ. 2090. ദൈവം തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് സ്വന്തം ശക്തികൾ കൊണ്ട് ദൈവസ്നേഹത്തോട് പൂർണ്ണമായി പ്രത്യുത്തരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് പ്രതിസ്നേഹം നൽകാനും പ്രതിസ്നേഹം നൽകാനും സ്നേഹത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ട കഴിവ് ദൈവം തനിക്ക് നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. സ്നേഹത്തിൻ്റെ കൽപ്പനകളനുസരിച്ചൊക്കെ നമ്മൾ പ്രവർത്തിക്കാനും ജീവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടാവണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലുണ്ടാവണം. അല്ലാണ്ട് പറ്റുമോ?
ദൈവം തനിക്ക് നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനം. കണ്ട, സൗഭാഗ്യപൂർണമായ ദൈവദർശനം എന്ന് പറഞ്ഞാൽ അവൻ്റെ രണ്ടാം വരവിൽ ഞാനും അവനും കൂടി മുഖാഭിമുഖം ദർശിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ നിഴലിക്കുന്നുണ്ടോ ഇല്ലയോ? സൗഭാഗ്യപൂർണമായ ദൈവദർശനം, ആ നിത്യമായ അവസ്ഥയിനാണ് ഈ പറയണത് സൗഭാഗ്യപൂർണമായ ദൈവദർശനം എന്ന് പറയണത്. അപ്പം അതിന് കുറേ അർത്ഥങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അതിൽ ഉൾച്ചേർക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് ഉള്ള കഴിവില്ല. പക്ഷേ കാര്യം മനസ്സിലായില്ലയോ നിങ്ങൾക്ക്? സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. ദൈവസ്നേഹത്തെ എതിർക്കുന്നതിനെയും ശിക്ഷയ്ക്ക് കാരണമാകുന്നതിനെയും സംബന്ധിച്ച ഭയവുമാണത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജ്ഞാനം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പോകല്ലേ, ഞാനതൊന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ, വീഡിയോ റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ.